ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്ത് റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ ഗൾഫിൽ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചതായി റിപ്പോർട്ട്. 3 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ നീക്കമാണിത്. സെക്യൂരിറ്റി ബെൽറ്റ് 2025 എന്ന് വിളിക്കപ്പെടുന്ന ഈ അഭ്യാസം 2019 ശേഷമുള്ള 5ാമത്തെ അഭ്യാസമാണ്. ഈ നാവികാഭ്യാസത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ നാവികാഭ്യാസത്തിലൂടെ രാജ്യങ്ങൾ എന്താണ് നേടാൻ ലക്ഷ്യമിടുന്നതെന്ന് നോക്കാം. കടൽ കൊള്ളയെ ചെറുക്കുന്നതിനും സമുദ്ര ആശയവിനിമയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ അഭ്യാസങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമ്പരാഗത പാശ്ചാത്യ സഖ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നടക്കുന്നത്. 15 യുദ്ധക്കപ്പലുകൾ, സപ്പോർട്ട് കപ്പലുകൾ, ഗൺബോട്ടുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ചൈനയാകട്ടെ 2 ടൈപ്പ് 05 2D ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും സപ്ലൈ ഷിപ്പായ കാവോഹിവിനൊപ്പം വിന്യസിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ ഏറ്റവും പുതിയ തലമുറയിൽ ഉൾപ്പെട്ട ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളുടെ ഭാഗമാണ് ടൈപ്പ് 05 2D ഡിസ്ട്രോയറുകൾ. ജിയാങ്നാൻ ഷിപ്പ്യാർഡും ഡാലിയൻ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി കമ്പനികളും ചേർന്നാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ ഒരു സ്റ്റെൽത്ത് മിസൈൽ കോർവെറ്റും ഒരു പെട്രോളിയം ടാങ്കറുകളും അഭ്യാസങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പ്രാദേശിക സുരക്ഷയും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും വിശകലന വിദഗ്ധർ അവയെ വ്യക്തമായ ഒരു ഭൗമരാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കാണുന്നത്. റഷ്യയോടുള്ള കൂടുതൽ അനുരഞ്ജന സമീപനം, ചൈനയ്ക്കെതിരായ തീരുവകൾ, അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ എന്നിവയുൾപ്പെടെ 2025 ട്രംപിന്റെ വിദേശനയ മാറ്റങ്ങൾക്കിടയിലാണ് ത്രികക്ഷി നാവികാഭ്യാസങ്ങൾ നടക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്നും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നിന്നും ഇറാനെ തടയാൻ യുഎസ് ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും ചൈനയും റഷ്യയും അവരുടെ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. റഷ്യ യുക്രൈൻ അധിനിവേശത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ഫെബ്രുവരി 24 നടത്തിയ ഫോൺ കോളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പുടിനുമായുള്ള തന്റെ പരിധിയില്ലാത്ത പങ്കാളിത്തം വീണ്ടും ഉറപ്പിച്ചു. അത്തരം ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി പ്രകടമാക്കുന്നതാണ്. ഇരുപക്ഷവും തമ്മിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ബാഹ്യശക്തികളെ ഇരു രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നാവികാഭ്യാസത്തിന്റെ സമയം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുകയും രാജ്യത്തിന്റെ ആണവ താൽപര്യത്തെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാനെതിരെ ട്രംപ് പരമാവധി സമ്മർദ്ദം ചെലുത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം പുനരുജ്ജീവിപ്പിച്ചത്. ട്രംപിന്റെ നിലപാടിനെ ഇറാൻ ശക്തമായി എതിർത്തു. കൂടാതെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം പരിശീലന കേന്ദ്രമായി ഒമാൻ ഉൾക്കടൽ തിരഞ്ഞെടുത്തത് ഒട്ടും യാദൃശ്ചികമല്ല എന്ന് തന്നെ പറയാം. കാരണം ലോകത്തിലെ സമുദ്രാതിർത്തി എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലേക്കുള്ള നിർണായക കവാടമായി ഈ സമുദ്രമേഖല പ്രവർത്തിക്കുന്നു.